ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന വസ്തുത എല്ലാവരും പരക്കെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ധാരണാപത്രത്തിൽ ഒപ്പിട്ട അമേരിക്കയുടെ നടപടി അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു കുറ്റസമ്മതമാണ്, പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഡോക്യുമെൻ്റാണ് അതെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പ്രസ്താവിക്കുന്നത്. മാർക്കോ റൂബിയോ പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് മുഹമ്മദ് ബാഗർ ഗാലിബാഫിൻ്റെ വലിയ പ്രസ്താവന വരുന്നത്. അമേരിക്കയിലും പശ്ചിമേഷ്യയിലും തങ്ങൾക്കുണ്ടായ പരാജയത്തിൻ്റെ പരിക്ക് പരിഹരിച്ചു വരികയാണ് അമേരിക്ക. വലിയ ഡാമേജാണ് അമേരിക്കക്കുണ്ടായത്. അമേരിക്കൻ സെക്യൂരിറ്റിയുടെ സുരക്ഷിതത്വത്തിൽ അഭിരമിച്ച ഗൾഫ് രാഷ്ട്രങ്ങൾ, ആ ഗൾഫ് രാഷ്ട്രങ്ങളും അമേരിക്കയുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല. അതൊക്കെ പുതുക്കി പണിയുന്ന ഘട്ടത്തിൽ ഇറാൻ അതിശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ധാരണാപത്രം അമേരിക്കയുടെ പരാജയത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന കടുത്ത വിമർശനമാണ് ഇറാനിയൻ പാർലമെൻറ്റ് സ്പീക്കർ ഉന്നയിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഇസ്ലാമാബാദ് ഉടമ്പടി സമ്മർദ്ദത്തിൻ്റെയോ നിർബന്ധത്തിൻ്റെയോ ഫലമല്ല, മറിച്ച് ധീരരായ ഇറാനിയൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ആധികാരികതയുടെയും ഫലമാണ്. അമേരിക്കയുടെ അഹന്തക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് ഗാലിബാഫ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ അവർ വലിയ രീതിയിലുള്ള ഭീതിയിലാണ്, ആശങ്കയിലാണ്. എന്തായിരിക്കും തങ്ങളുടെ ഭാവി എന്ന ആശങ്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുണ്ട്. ഇറാനുമായി നേരിട്ടും അല്ലാതെയും യുദ്ധത്തിൽ പങ്കെടുത്ത ഗൾഫ് രാഷ്ട്രങ്ങൾക്കുണ്ട്. അവർക്ക് സഹായവും വാഗ്ദാനവും പിന്തുണയും ഉറപ്പാക്കാൻ വേണ്ടിയാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ജനതയെ കബളിപ്പിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുകയാണ്. പതിവ് പോലെ ട്രംപ് ഇറാൻ്റെ മുമ്പിൽ തോറ്റു എന്ന് സമ്മതിക്കാൻ കഴിയാത്ത വിധം വളരെ പരുങ്ങലിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇറാൻ്റെ പ്രതിരോധത്തിനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കരാറും ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ എല്ലാ ആയുധശക്തികളും തകർക്കും, ഇറാൻ്റെ മിസൈൽ പവർ തകർക്കും എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ അമേരിക്ക പിൻവാങ്ങേണ്ടി വന്നതാണ്. അമേരിക്കൻ അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിച്ച രാജ്യം എന്ന ഖ്യാതിയായിരിക്കും ഇറാന് ചരിത്രം നൽകാൻ പോകുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.